വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നും? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഓർമ്മിക്കുക, കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളാണിന്ന്. സർപ്പത്തിന്റെ തല തകർത്തവളും നന്മ നിറഞ്ഞവളുമായ കന്യകാമറിയം ഉത്ഭവ പാപരഹിതയാണെന്നുള്ള വിശ്വാസ സത്യം സാവധാനത്തിലാണ് തിരുസഭയ്ക്ക് തെളിവായത്. ഉത്ഭവ പാപത്തിന്റെ സാർവത്രികതയെ ഊന്നി പറഞ്ഞിരുന്നവർക്ക് അമലോത്ഭവത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശക്തിയായ ഒരു യുക്തി ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡൺ സ്കോട്ട്സ് അവതരിപ്പിച്ചു. ദൈവത്തിന് ആരെയും ഉത്ഭവ പാപത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. കന്യകാമറിയത്തെ പ്രസ്തുത നിയമത്തിൽ നിന്ന് ഒഴിവാക്കുക ഉചിതമായിരുന്നു. അതിനാൽ ഉചിതമായവ ചെയ്യുന്ന ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു. ഒരു പ്രൊട്ടസ്റ്റന്റ് കവിയായ വേർഡ്സ്വർത്ത് പാപപങ്കിലമായ മനുഷ്യപ്രകൃതിയുടെ ഏകസ്തുതി പാത്രമേ എന്ന് മറിയത്തെ സംബോധന ചെയ്തിരുന്നു. 1854 ഡിസംബർ 8-ാം തീയതിയിലെ അവർണ്ണനീയ ദൈവം എന്ന തിരുവെഴുത്തു വഴി 9-ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവ സത്യം ഇങ്ങനെ നിർവചിച്ചു: അഖണ്ഡവും പരിശുദ്ധവുമായ ത്രിത്വത്തിന്റെ സ്തുതിക്കും കന്യകയായ ദൈവമാതാവിന്റെ മഹത്വത്തിനും അലങ്കാരത്തിനും കത്തോലിക്ക വിശ്വാസത്തിന്റെ പുകഴ്ചയ്ക്കും കത്തോലിക്ക സഭയുടെ പ്രചാരത്തിനുമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും നമ്മുടെയും അധികാരത്തോടുകൂടെ നാം സ്പഷ്ടമായി നിർവചിച്ചു പ്രഖ്യാപിക്കുന്നു. എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിന്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവ പാപത്തിന്റെ സകല മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുവെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുമാണ്. മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് 1858 മാർച്ച് 25-ാം തീയതി ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ബർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം സദാസമയവും യാചിച്ചുകൊണ്ട് എല്ലാവിധ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നന്മലയാം കന്യാമേരിയമ്മേ, ദൈവത്തിനമ്മേ നീ വിമലാംബികേ, കരയുന്ന കണ്ണുകൾ കനിവോടെ തുടയ്ക്കും യേശുവിനമ്മേ പുണ്യാംബികേ. നിർമ്മലയാം കന്യാമേരിയമ്മേ, ദൈവത്തിനമ്മേ നീ കരയുന്ന കണ്ണുകൾ കനിവോടെ തുടയ്ക്കും യേശുവിനമ്മേ പുണ്യാംബികേ. ജപമാല ചൊല്ലുന്നു നിൻ മുൻപിലായി, ജപമാല ചൊല്ലുന്നു അമ്മേ ഞങ്ങൾ, ജപമാല ചൊല്ലുന്നു നിൻ മുൻപിലായി, ജപമാല
ചൊല്ലുന്നു അമ്മേ ഞങ്ങൾ. സഹിച്ചു നീ പാരാകെ മാതൃകയായൊരു കന്യാംബികേ. ദുഃഖങ്ങളനവധി സഹിച്ചു നീ പാരാകെ മാതൃകയായൊരു കന്യാംബികേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയകറ്റാൻ പരിശുദ്ധ മകനെ ത്യാഗമായി നൽകി. ലോകത്തിൻ പാപങ്ങൾ നീക്കിയകറ്റാൻ പരിശുദ്ധ മകനെ ത്യാഗമായി നൽകി. ജപമാല ചൊല്ലുന്നു നിൻ മുൻപിലായി, ജപമാല ചൊല്ലുന്നു അമ്മേ ഞങ്ങൾ. ജപമാല ചൊല്ലുന്നു നിൻ മുൻപിലായി, ജപമാല ചൊല്ലുന്നു അമ്മേ ഞങ്ങൾ. കാൽവരി മലവരി സഹിച്ച എന്നമ്മേ, സഹനത്തിൻ വഴിയെ പുഞ്ചിരി തൂകി. കാൽവരി മലവരി സഹിച്ച എന്നമ്മേ, നിർമ്മലയാം കന്യാമേരിയമ്മേ, ദൈവത്തിനമ്മേ നീ വിമലാംബികേ. കരയുന്ന